ഹായ് ഫ്രണ്ട്സ്, മലയാളി അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ സൺഡേ ആയിരുന്നു കേട്ടോ. രാവിലെ ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും പൂക്കള മത്സരം സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഹേമന്ത് കുമാർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ചാക്യാർ മിമിക്സ് പരേഡ് ഉണ്ടായിരുന്നു. സമാജം മെമ്പേഴ്സ് വിവിധ തരത്തിലുള്ള പൂക്കളങ്ങൾ ഡിസൈൻ ചെയ്തായിരുന്നു. അതിൽ സൂരജ് ആൻഡ് ടീമിനായിരുന്നു ഫസ്റ്റ് പ്രൈസ്. എല്ലാ പൂക്കളും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം മാവേലിയുടെ വരവായിരുന്നു. നമ്മുടെ സമാജം മെമ്പർ തന്നെയായ ഒരു കുട്ടിയായിരുന്നു മാവേലിയായിട്ട്, ധ്യാൻ എന്നാണ് അവൻ്റെ പേര്. പിന്നെ നമ്മുടെ സ്പോൺസേഴ്സിൻ്റെയൊക്കെ കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. ജ്വല്ലറി, ബാങ്ക്, ഫെഡറൽ ബാങ്കിൻ്റെയൊക്കെ ആയിരുന്നു. അവരൊക്കെയാണ് മെയിൻ സ്പോൺസേഴ്സ്. പിന്നെ ജ്വല്ലറിയുടെ ലക്കി ഡ്രോ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൂപ്പൺസൊക്കെ അവർ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. നമ്മളത് പേരും ഫോൺ നമ്പറും ഒക്കെ ഫില്ല് ചെയ്ത് അവരുടെ ബോക്സിൽ ഡ്രോപ്പ് ചെയ്യണം. പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് അത് നറുക്കെടുപ്പ് നടക്കും. പിന്നെ ഇതുപോലെയുള്ള ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 11:30 ഒക്കെ ആയപ്പോൾ സദ്യ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പന്തി തന്നെ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അതാ വീഡിയോക്ക് വരാനുള്ള ഇടികൂടലാണ്. എല്ലാവർക്കും വീഡിയോയിൽ ഫ്രണ്ടിൽ തന്നെ നിൽക്കണം. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ടാണെങ്കിലും അതൊക്കെ സാധിച്ചു. അതിനുശേഷം ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. തലശ്ശേരിയിൽ നിന്നുള്ള ആൾക്കാരാണ് ഫുഡ് ഉണ്ടാക്കാൻ വന്നിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോയി. നമ്മുടെ നീതു ആണ് പ്രസിഡൻറ്റിൻ്റെ വൈഫ്, ചന്ദ്രേട്ടൻ. എല്ലാവരും തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. ഞങ്ങൾ സദ്യ കഴിക്കാൻ താഴെ ചെന്നപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഇലകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിയൽ, ഓലൻ, കൂട്ടുകറി, പിന്നെ തീയൽ, ബീട്രൂട്ട് പച്ചടി, അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നാട്ടിൽ പോയി ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ, ഇതുപോലെയുള്ള അസോസിയേഷൻ വഴിയൊക്കെ ഓണം പരിപാടികളൊക്കെ ഭംഗിയായിട്ട് ഞങ്ങൾ നടത്തും കേട്ടോ. വർഷങ്ങളായിട്ടിപ്പോൾ ഓണസദ്യ എങ്ങനെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അതിനുശേഷം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കർണാടക ചാപ്റ്ററിൻ്റെ, മലയാളം മിഷൻ കർണാടക ചാപ്റ്ററിൻ്റെ പ്രസിഡൻറ്റ് ദാമോദരൻ മാഷ് വിശിഷ്ടാതിഥിയായിരുന്നു കേട്ടോ. അതിനുശേഷം സമാജം മെമ്പേഴ്സിൻ്റെ കരോക്കെ ഗാനമേള ഉണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ടായിരുന്നു കേട്ടോ എല്ലാവരും പാടിയത്. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനതെല്ലാം മ്യൂട്ട് ചെയ്തിട്ടാട്ടോ കാണിക്കുന്നത്. പിന്നെ വിശിഷ്ട അതിഥിയായിരുന്നു BMS രഘുകുമാർ സാറും വൈഫും. അദ്ദേഹമാണ് എല്ലാ വർഷവും മെറിറ്റ് അവാർഡ് സ്പോൺസർ ചെയ്യുന്നത്. ഇത്തവണയും അദ്ദേഹം തന്നെയാണ് സ്പോൺസർ ചെയ്തത്. പിന്നെ വിശിഷ്ട അതിഥിയായിരുന്ന സിനി ആക്ട്രസ് അതിഥി രവി, അവരെ ചെണ്ടമേളത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. ചെണ്ടമേള അതിമനോഹരമായിരുന്നു കേട്ടോ. അതും നാട്ടിൽ നിന്നുള്ള ഒരു അരുൺ അശോക് ടീമായിരുന്നു. അതിനുശേഷം ഇനാഗുറേഷൻ സ്റ്റാർട്ട് ചെയ്തു. വിശിഷ്ട അതിഥികളെല്ലാം തന്നെ ദീപം തെളിയിച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അതിനുശേഷം വിശിഷ്ടാതിഥികളെ എല്ലാവരെയും പൊന്നാട അണിയിച്ച് ആദരവ് പ്രകടിപ്പിച്ചു. പിന്നീട് സമാജം മെമ്പേഴ്സിൻ്റെ സ്പോർട്സ് ആക്ടിവിറ്റീസുള്ള പ്രൈസ്, പിന്നെ മെറിറ്റ് അവാർഡ് കിട്ടിയ കുട്ടികൾക്കുള്ള അവാർഡുകൾ, പിന്നെ മലയാളം മിഷൻ്റെ എക്സാം പാസ്സായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം വിതരണം ചെയ്തു. പിന്നെ ഞങ്ങൾ മലയാളം ടീച്ചേഴ്സിനെയും ആദരിക്കാൻ മലയാളം അസോസിയേഷൻ മറന്നില്ല കേട്ടോ. ഇത്തവണയും ഞങ്ങൾക്ക് ആദരവ് കിട്ടിയായിരുന്നു. കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ സെയിം ഡ്രസ്സായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു. മുണ്ട് ഷർട്ടും ജെൻസിന്, ലേഡീസ് കളറിലെ ബ്ലൗസും ക്രീം കളർ സാരിയും. പിന്നെ അതിഥി രവിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അവരെയും
നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ആദരിക്കുകയുണ്ടായി. നമ്മുടെ സീനിയർ മെമ്പർ ഫിലോമിന ചേച്ചിയാണ് അതിഥി രവിയെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചത്. പിന്നീട് ചെണ്ടമേളം ടീമിൻ്റെ ഒരു ചെണ്ട അവതരണം ഉണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ട് കൊട്ടിയിട്ടോ അവർ. നല്ലൊരു ടീമായിരുന്നു. കുട്ടികളൊക്കെ പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാൽക്കണിയിലൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. എല്ലാവർക്കും വീഡിയോയിൽ വന്നതും ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ മൊബൈലായിട്ട് ചെല്ലുമ്പോൾ ഓടി വരും എല്ലാവരും. അതിനുശേഷം ഞങ്ങൾ ഗ്രീൻ റൂമിൽ പോയി ഞങ്ങളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത്തവണ വെപ്പൂടിയൊക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ തിരുവാതിര അവതരിപ്പിച്ചത്. എല്ലാവരും തന്നെ ഭയങ്കര ത്രില്ലിലായിരുന്നു അത് കാരണം. കുട്ടികൾ നാടകം അവതരിപ്പിക്കാനുള്ള വേഷവിധാനങ്ങളൊക്കെ ചെയ്യുകയാണ്. വാഴക്കുല എന്ന നാടകമാണ് നമ്മുടെ മലയാളം മിഷൻ കുട്ടികൾ അവതരിപ്പിച്ചത്. അതിനുശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ തിരുവാതിര ആയിരുന്നു കേട്ടോ ഫസ്റ്റ് പ്രോഗ്രാം. തിരുവാതിരയോടുകൂടി കൾച്ചറൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. കുട്ടികളുടെ ഡാൻസ് സൂപ്പറായിരുന്നു കേട്ടോ. അത് ആ പയ്യൻ്റെ ഡാൻസ് കണ്ടാ വലിയ സൂപ്പർ ഹീറോയിനെ പോലെയാണ് അവൻ ഡാൻസൊക്കെ ചെയ്തത്. അപ്പോൾ കുട്ടികളിങ്ങനെ കളിക്കുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് പാരൻസ് സ്റ്റെപ്സൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കളിച്ചു. കോസ്റ്റ്യൂമൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിരുന്നു എല്ലാവരുടെയും. എല്ലാ ടീമും തന്നെ നല്ല സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. മലയാളം മിഷനിലെ സ്റ്റുഡൻസ് വാഴക്കുല എന്ന നാടകം നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. മനസ്സിൽ തട്ടി എല്ലാവരുടെയും. അതൊരു സാഡ് സ്റ്റോറി ആയിരുന്നല്ലോ, എന്നാലും പിള്ളേർ നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിച്ചു. പിന്നെ മറ്റു മെമ്പേഴ്സിൻ്റെയൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും തന്നെ ചെറിയ കുട്ടികളും മുതിർന്നവരുടെയും ഒക്കെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു കേട്ടോ. പ്രോഗ്രാമൊക്കെ തീർന്നപ്പോൾ ഏകദേശം 6:30 ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഒരു മ്യൂസിക്കൽ കൺസേർട്ട് ഉണ്ടായിരുന്നു. രാഗ ടോണിക് എന്ന് പറഞ്ഞ ഒരു ടീമായിരുന്നു നാട്ടിൽ നിന്ന് വന്നത്. അവർക്കൊപ്പം ഞങ്ങളെല്ലാവരും തന്നെ ഡാൻസ് കളിച്ച് തിമിർത്തു. അതോടുകൂടി ഓണം സെലിബ്രേഷൻ സമാപിക്കുകയാണ് ഉണ്ടായത്. എല്ലാ വർഷവും ഇതുപോലെയാണ്. എൻഡിങ്ങിൽ ഒരു ഓർക്കസ്ട്ര ടീം ഉണ്ടാവും. എല്ലാവരും കൂടി ഇങ്ങനെ തിമിർത്താടും. എന്നാലേ ഒരു പ്രോഗ്രാം തീരത്തുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി അർമാദിച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഇടികൂടലാട്ടോ ഇത്. എല്ലാവർക്കും വീഡിയോയിൽ വന്നം. ഇവരൊക്കെ തന്നെയാണ് എൻ്റെ ഫുൾ സപ്പോർട്ട്. അപ്പോൾ ഈ വർഷത്തെ ഓണം സെലിബ്രേഷൻ ഭംഗിയായി സമാപിച്ചു. നമ്മുടെ സെക്രട്ടറി ഷാജിക്ക് ഭയങ്കര സന്തോഷമായി. ഷാജിയുടെ നേതൃത്വത്തിലായിരുന്നല്ലോ ഓണം സെലിബ്രേഷൻ. അത് ഭംഗിയാക്കി.
ലാസ്റ്റ് പോകുമ്പോൾ നമുക്ക് ബിരിയാണി ഡിന്നറായിട്ട് നൽകി. ഫ്രീ അല്ല കേട്ടോ, കൂപ്പൺ എടുത്ത് എല്ലാവരും വാങ്ങിയതാണ്. അപ്പോൾ അത് ഓഡിറ്റോറിയത്തിന് പുറത്തായിരുന്നു സെയിൽ. ഓഡിറ്റോറിയത്തിൽ നോൺ വെജ് പാടില്ല, അപ്പോൾ അതുകൊണ്ട് പുറത്ത് സെയിൽ നടത്തിയിരുന്നു. അപ്പോൾ മിക്കവരും അത് വാങ്ങിയിട്ടാണ് പോയത്. അങ്ങനെ ഇത്തവണത്തെ ഓണം സെലിബ്രേഷനും ഭംഗിയായി പറ്റിയ സമാപ്തിയായി. അടുത്ത ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ഞങ്ങൾ ആരംഭിക്കുകയായി.